ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ നമ്മുടെ രാഘവൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഘവന് എത്രയും പെട്ടെന്ന് വർഷയുടെ വിവാഹം കൂടണമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പുറത്ത് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അവിടെ പണിക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു പയ്യൻ അയാളെ കാണുന്നുണ്ട് കേട്ടോ. കുറേ നേരം ഇയാൾ എന്തേ കാണിക്കുന്നത്, പുറത്ത് നിൽക്കുന്നുണ്ട്, ആരും അകത്തേക്ക് ക്ഷണിക്കാതെ രാഘവൻ അകത്തേക്ക് വരുന്നതുമില്ല. അതിനുശേഷം തന്നെ ശിവയോട് പറഞ്ഞിട്ടുണ്ട്, മാഡം അവിടെ ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട്, കുറേ സമയമായിട്ട് അയാൾ അവിടെ തന്നെയാണ്, എന്താണെന്ന് ചോദിച്ചിട്ടൊന്നും മിണ്ടുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ ശിവ വന്ന് നോക്കുന്ന സമയത്ത് അത് രാഘവനാണ്. ആ മകളെ ഞാൻ തന്നെയാണെന്ന് പറയുന്നു. അപ്പോഴത്തേനും അഞ്ജുവും വർഷയും കൂടി അകത്തേന്ന് പുറത്തേക്ക് വരുന്നു കേട്ടോ. അതിനുശേഷം തന്നെ നീങ്ങി വന്നേ, ഇയാൾ എന്തിനാ വന്നതെന്ന് ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം, പുതിയ നല്ല വേഷത്തിലാണ് വന്നിരിക്കുന്നത്, ഹിമാലയത്തിൽ നിന്ന് ഇറങ്ങിയ വല്ല സ്വാമിയായിരിക്കും, ചെന്ന് നോക്കാമെന്ന് പറയുന്നു. മകളുടെ കല്യാണത്തിന് വേണ്ടി ഞാൻ വന്നിട്ടുള്ളതാണ്, എന്നെ ഇങ്ങോട്ട് ക്ഷണിക്കണേ മക്കളെ എന്ന് പറയുന്നു. എന്തിനാണ് നിങ്ങൾ വന്നിട്ടുള്ളത്, എന്തെങ്കിലും പരിപാടി ഒപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ, ഒരിക്കലും നിങ്ങൾ ഇതിനകത്തേക്ക് കയറണ്ട എന്ന് പറയുന്നുണ്ട്. അയ്യോ, എൻ്റെ മകളുടെ കല്യാണം കാണാനല്ലേ ഞാൻ ഇവിടെ വന്നിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗം അകത്തേക്ക് ചെല്ലുന്നു കേട്ടോ. അപ്പോൾ അകത്തേക്ക് കയറി പോരുത്, വേണമെങ്കിൽ ഈ സിറ്റ് ഔട്ടിൽ ഇരിക്കാവുന്ന രീതിയിൽ പറഞ്ഞിട്ട് അവിടെ ഇരുത്തുന്നു കേട്ടോ. അതിനുശേഷം തന്നെ മക്കളെ, എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കാരണം മോളുടെ കല്യാണത്തിന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു, മോളുടെ കല്യാണം കണ്ട ഉടനെ തന്നെ ഞാൻ തിരിച്ചു പോയിക്കോളും, അതല്ലാതെ എന്നെ ഇവിടുന്ന് എങ്ങോട്ടും പറഞ്ഞയക്കരുത്, എനിക്ക് നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവരുമോ, പാൽ കോഫി ആയിക്കോട്ടെ, അതാണ് ഇഷ്ടം, പിന്നെ അതുപോലെ കട്ടിയുള്ള എന്തെങ്കിലും ഭക്ഷണം ആയാലും കുഴപ്പമില്ല. അപ്പോൾ അഞ്ച് ചോദിക്കുന്നുണ്ട്, അമ്മിക്കല്ല് എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. മകളെ, ഈ തമാശ ഈ സ്വാമിയോട് വേണ്ട കേട്ടോ. അപ്പോഴത്തേനും ശിവയോടും മഞ്ജുവിനോടും വർഷ പറയുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുമെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ രണ്ട് പേരും കൂടെ അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇരുന്നാൽ മതി, ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറയുന്നു. അതിനുശേഷം വീണ്ടും തന്നെ നമ്മുടെ വർഷയുടെ മുന്നിൽ വെച്ചിട്ട് പ്രാർത്ഥനയൊക്കെ നടത്തുന്നു. പക്ഷേ വർഷയാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് പോകുന്നു. പിന്നെ കണ്ണ് തുറക്കുമ്പോൾ വർഷയെ കാണുന്നില്ല. ഓ, പോയോ എന്ന് വിചാരിക്കുന്നു കേട്ടോ. അതിനുശേഷം തന്നെ വിവേകും അതുപോലെ ശ്രീനാഥും കൂടി സംസാരിക്കുന്നുണ്ട്. അതായത് രാഘവൻ വന്നിട്ടുണ്ട്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ള പേടിയാണ്. വിവേക് പേടിക്കേണ്ട, ഞാൻ അയാളെ കൈകാര്യം ചെയ്തോളാം എന്ന് ശ്രീനാഥും പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ പെട്ടെന്ന് ചുമ വരുന്നു. അപ്പോൾ വർഷ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്ത് പറ്റി ശ്രീയേട്ടാ, മരുന്ന് കഴിച്ചില്ല അല്ലേ, ഈ തിരക്കിനിടയിൽ ശ്രീയേട്ടൻ മരുന്ന് കഴിക്കാൻ മറക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. പക്ഷേ വെള്ളം കൊടുത്തതിന് ശേഷം മരുന്ന് ഞാൻ തരാൻ പറഞ്ഞിട്ട് വായിലിട്ട് കൊടുക്കുന്നു. ഇതെല്ലാം നമ്മുടെ വിവേക് കാണുമ്പോഴത്തേനും വിവേകിൻ്റെ മനസ്സിൽ വല്ലാണ്ട് വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. അയാളുടെ മനസ്സിൽ വലിയൊരു സംശയം കുടുങ്ങിയിട്ടുണ്ട്. കാരണം ആ ഫ്രണ്ട് കൂടി പറഞ്ഞപ്പോഴത്തേനും സത്യമാവുമോ ഇതൊക്കെ എന്നുള്ള രീതിയിലാണ് ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം തന്നെ വീണ്ടും എനിക്കൊരു കോള് വരുന്നുണ്ട് പറഞ്ഞിട്ട് ശ്രീനാഥ് പറയുന്നുണ്ട്. അപ്പോഴത്തേനും ഇങ്ങനെ പോയാൽ ശ്രീനാഥിന് എല്ലാത്തിനും ഒരു മറവി ഉണ്ടല്ലേ, വർഷം എടുത്തു തരണം അങ്ങനെയൊക്കെ പറയുന്നു കേട്ടോ നമ്മുടെ വിവേക്. ആ സമയത്ത് എന്തായാലും നാളെ വർഷം എൻ്റെ കൂടെ അവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറയുന്നു. വർഷയാണെങ്കിലോ, ശ്രീയേട്ടൻ ഇപ്പുറത്ത് തന്നെ ഉണ്ടല്ലോ, എന്താവശ്യത്തിന് ഞാൻ ഇങ്ങോട്ട് വരും, മാത്രമല്ല ഇനി അഥവാ ശ്രീയേട്ടൻ മരുന്നൊന്നും കഴിക്കുന്നില്ലെങ്കിൽ ഞാൻ ഈ ആൻറ്റിയോട് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാം എന്ന് പറയുന്നു കേട്ടോ. ഇതും കൂടി കേൾക്കുന്ന വിവേകിനെ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ശ്രീനാഥിന് ഫോൺ കോൾ വരുന്നുണ്ട് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു. വർഷയോട് പിന്നെ വിവേക് ചോദിക്കുന്നുണ്ട്, ഒരു മരുന്നെടുത്ത് കഴിക്കാനൊക്കെ ശ്രീനാഥിന് അറിയില്ലേ വർഷയെന്ന് പറയുന്നു. ശ്രീയേട്ടനെല്ലാം മറന്നു പോകും വിവേക്, കാരണം അത് എടുത്തു കൊടുത്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. എന്ത് പറ്റി വിവേക് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, നീ അകത്തേക്ക് പോയിക്കോ എന്ന് പറയുന്നു. പിന്നെ ധനപാലനാണെങ്കിലോ ആ നാദസ്വരക്കാരനോടൊക്കെ വിളിച്ച് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു, നാളെ നിങ്ങൾ അവിടെ എത്തിയില്ലെങ്കിൽ നിങ്ങളെ ശരിയാക്കും എന്നൊക്കെ. അതിനുശേഷം തന്നെ വീണ്ടും വസുന്ധരയും അതുപോലെ മല്ലികയും വരുന്നുണ്ട്. എന്താ ധനം എന്ന് ചോദിക്കുന്നു. എല്ലാവരെയും ഒന്നുകൂടി വിളിച്ച് ഉറപ്പ് വരുത്തണം മണ്ഡപത്തിലത്തെ കാര്യങ്ങൾ എല്ലാം തന്നെ എന്ന് പറയുന്നു. നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടാണ് പോകുന്നത്? അതെ, ഞാൻ വർഷയെ കാണാനായിട്ട് പോവുകയാണ്. അല്ല, നാളെ കല്യാണം കഴിഞ്ഞ് ആ കുട്ടി ഇങ്ങോട്ട് വരില്ലേ എന്ന് പറയുന്നു. അത് നാളെ എൻ്റെ മരുമകളായിട്ട് വരുന്നു. ഇന്ന് ആ കുട്ടി എനിക്ക് കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം, അതെൻ്റെ കടമയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുന്ദരിയും മല്ലികാക്കയും കൂടിയും പോകുന്നുണ്ട് കേട്ടോ. മല്ലികാക്കയാണ് നിങ്ങളെപ്പോഴാണ് വന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ രാഘവൻ്റെ അടുത്ത്. ആ സമയത്ത് ഞാനൊക്കെ എൻ്റെ മോളുടെ കല്യാണത്തിന് നേരത്തെ എത്തി, എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കരുത് മാഡം എന്ന് പറയുന്നു. നിങ്ങളിവിടെ നിൽക്കുക ചെയ്യരുത്, മര്യാദയ്ക്ക് പൊക്കോളാൻ പറയുന്നു. എൻ്റെ ആകെയുള്ളൊരു മോളുടെ കല്യാണമല്ലേ, ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് ഞാനല്ലേ നടത്തി കൊടുക്കേണ്ടത്, എനിക്ക് കാണാനുള്ള അവസരമെങ്കിലും ഉണ്ടാക്കി തരണം, നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വസുന്ധരയാണെങ്കിലും മര്യാദയ്ക്ക് പൊക്കോളാനായിട്ട് പറയുന്നു. പക്ഷേ രാഘവൻ പോകുന്നില്ല, പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ജ്വല്ലറി ബോക്സ് കാണുന്നു കേട്ടോ. എന്തോ ഒരു സ്വർണ്ണം ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. അയാൾക്ക് സംശയം പോലെ അയാൾ പുറത്ത് നിൽക്കുകയാണ് കേട്ടോ. അതിനുശേഷം തന്നെ അകത്തേക്ക് ചെന്നതിന് ശേഷം തന്നെ പിന്നെ സാരിയുടെ കുറിച്ച് കുറച്ച് ചർച്ചകൾ നടത്തുകയാണ്. അഞ്ച് പറയുന്നുണ്ട്, ഇതിനേക്കാൾ നല്ലൊരു സാരി എടുക്കാമായിരുന്നു, ഇത് കുറച്ച് വില കുറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നതെന്ന് പറയുന്നുണ്ട്.
ആ സമയത്ത് ഇതെന്നെ കിട്ടിയില്ലേ, ഇതെന്നെ സന്തോഷമുള്ള കാര്യമില്ലേ, സാരിയിലൊക്കെ എന്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് വസുന്ധര ആൻറ്റി വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അബി. അങ്ങനെ അകത്തേക്ക് കയറി വരുന്നു. ഇതാണോ നാളെ എടുക്കാൻ വെച്ചിട്ടുള്ള സാരി എന്ന് പറയുന്നു. കളർ ഇഷ്ടപ്പെട്ടതുകൊണ്ട് വാങ്ങിയതാണ് ആൻറ്റി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ എന്നാൽ പിന്നെ നാളെ മോൾ ഈ മണ്ഡപത്തിലേക്ക് ഇത് കൊടുക്കണ്ട, പിന്നെ ഞാൻ എൻ്റെ ഒരു കൂട്ടം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ അടിപൊളി കല്യാണ സാരി കൊടുത്തിട്ട് റെഡ് കളർ. ആ സമയത്ത് ഇത് എൻ്റെ മരുമകൾക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണെന്ന് പറയുന്നു. ഇതൊന്ന് വെച്ച് നോക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കേണ്ട, പക്ഷേ ഇതെൻ്റെ കടമയാണ്, അതുകൊണ്ട് ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വർഷയെ ചേർച്ചയുണ്ടെന്ന് വെച്ച് നോക്കുന്നു കേട്ടോ. ആ സമയത്ത് കുറച്ച് കാര്യങ്ങളും ഞാൻ വർഷയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഓർണമെൻറ്റ്സും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇട്ടിട്ട് വേണം എൻ്റെ മോള് നാളെ മണ്ഡപത്തിലേക്ക് വരാനെന്ന് പറയുന്നു കേട്ടോ. ഇതെല്ലാം കാണുമ്പോഴത്തേനും വർഷയ്ക്ക് നല്ല സങ്കടമാവുന്നുണ്ട്. ആൻറ്റി എന്ന് പറഞ്ഞിട്ട് കാല് വീഴുന്നു. മോള് വിഷമിക്കേണ്ട, മോൾക്ക് ഞാൻ എന്നും ഒരു അമ്മയുടെ സ്ഥാനത്ത് തന്നെയായിരിക്കും, മോൾക്ക് ആരുമില്ല എന്നൊരു വിഷമവും വേണ്ട, ഞാനുണ്ടല്ലോ, അതുകൊണ്ടല്ലോ ഞാൻ കണ്ടറിഞ്ഞ് എല്ലാം ചെയ്യുന്നത്. എൻ്റെ മകൾ സന്തോഷമായിട്ട് ഇരിക്കുന്നതാണ് അമ്മയ്ക്കിഷ്ടം, അതുകൊണ്ട് തന്നെ നാളെ സന്തോഷകരമായിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന് പറയുന്നു കേട്ടോ. എന്നാൽ ഞങ്ങൾ പോട്ടെ, അവിടെയും കുറച്ച് പണികളൊക്കെ കിടക്കുന്നുണ്ട്, ധനത്തിന് ഒറ്റയ്ക്ക് എല്ലാം കൊണ്ട് സാധിക്കില്ല, ഞാൻ എപ്പോഴും ധനത്തിൻ്റെ കൂടെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ ഈ സ്വർണ്ണം എല്ലാവരും എടുത്തു നോക്കുന്നുണ്ട്. നല്ല കുറേ പവനുണ്ട്, നല്ല സ്വർണ്ണമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആൻറ്റിയും വലിയാക്കിനെയും കൂടി അവിടെ യാത്ര അയക്കാൻ പോകുന്ന സമയത്ത് അബിയുടെ കയ്യിലാണ് ഈ സ്വർണ്ണം. അബിക്കൊരു കോൾ വരുന്നുണ്ട്, ആ ജ്വല്ലറി ബോക്സ് അബി അവിടെ വെച്ചതിന് ശേഷം പുറത്തേക്ക് പോകുന്നു കേട്ടോ. അങ്ങനെ വീണ്ടും രാഘവനെ കാണുന്നുണ്ടോ. മര്യാദയ്ക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് സ്ഥലം വിട്ടോളാനായിട്ട് പറയുന്നു വസുന്ധര. മാഡം, എൻ്റെ മകളുടെ കല്യാണമല്ലേ, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, കാരണം അകത്തേക്ക് പോലും കയറില്ല, നാളെ കല്യാണം കഴിഞ്ഞ ഉടനെ ഞാൻ ഇവിടെ നിന്ന് പൊക്കോളാം എന്ന് പറയുന്നു. എന്തെങ്കിലും ചെയ്യും, പക്ഷേ പ്രശ്നം ഉണ്ടാക്കാൻ നിന്നുണ്ടെങ്കിൽ അപ്പം ഞങ്ങൾ പോലീസിൽ അറിയിച്ച് തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു കേട്ടോ. ഇല്ല മാഡം, ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറയുന്നു. മക്കളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അതിനുശേഷം തന്നെ അഞ്ചു ആണെങ്കിലും ആ പട്ടുസാരി എടുത്ത് നന്നായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. മാഡം, നല്ല അടിപൊളി സാരിയാണ് കൊടുത്തിരിക്കുന്നത്, എന്തായാലും വസുന്ധര ആൻറ്റിയുടെ അടുത്തേക്ക് നമുക്ക് എത്ര സാധിക്കില്ല എന്ന് പറയുന്നു. നമ്മളിവിടെ കാണുമ്പോൾ ആൻറ്റി മേലെ കാണും, അങ്ങനെയാണ് അവസ്ഥ എന്ന് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു ആഭരണങ്ങളൊക്കെ എടുത്ത് നോക്കിയാലോ, ആ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ആഭരണങ്ങളൊന്നും കാണാനും പറ്റിയില്ല, ഒന്ന് കാണാലോ എന്ന രീതിയിൽ അഞ്ചു പറയുന്നു. എന്ന് എടുത്ത് നോക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ജ്വല്ലറി ബോക്സ് തുറക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു സ്വർണ്ണം പോലും ഇല്ല കേട്ടോ. അയ്യോ, ഈ സ്വർണ്ണമൊക്കെ എവിടെയെന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ സമയത്ത് അത് പിന്നെ എവിടെ പോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ആൻറ്റി അവിടെ പറഞ്ഞയക്കാൻ പോകുന്ന സമയം കൊണ്ട് ആരായിരിക്കും ഇത് കൊണ്ടുപോയിട്ടുണ്ടാവുക എന്ന് പറയുന്നുണ്ട്. അതറിയില്ല. പെട്ടെന്ന് രാഘവനൊക്കെ സംശയം വരുന്നുണ്ട് കേട്ടോ. ആകെ ടെൻഷനാണ്. നീ വിവേകിനെ വിളിച്ച് കാര്യം പറ, പെട്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാണെന്ന് പറയുന്നു. വിവേകിനെ വിളിച്ച് എങ്ങനെ ഞാൻ പറയും, ഈ കല്യാണ തിരക്കിൽ എന്തൊക്കെ ഒരു ഗതിയാണ് എനിക്ക് ആകെ ടെൻഷനായിട്ട് വയ്യ, പേടിയായിട്ട് വയ്യ, ആൻറ്റി ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും, ഇവിടെ ആകെ പുകയിലാവില്ലേ, ഇനി എന്താ ചെയ്യാമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട, സ്വർണ്ണമൊന്നും എങ്ങോട്ടും പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അബി എന്നാലും വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നു കേട്ടോ. ആ സ്വർണ്ണം ഞങ്ങളെല്ലാം ദേഹത്തിട്ടിട്ടാണ് വരുന്നത്. വളയാണെങ്കിൽ അബിക്ക് കൊള്ളണില്ല, അതുകൊണ്ട് കൈ പിടിച്ചിട്ട് വരുന്നു. എന്ത് പണി അബി നീ കാണിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വളകൾ എനിക്ക് കൊള്ളുന്നില്ല, ഈ സ്വർണ്ണം കണ്ട് ഇടാൻ പറ്റാതിരിക്കുമോ, എന്ത് രസമാണ് കാണാനായിട്ട്, എത്ര സ്വർണ്ണമാണിത്, എനിക്കൊരാഗ്രഹമുണ്ട് ഇതൊക്കെ ഇടാനായിട്ട്, ഞാനിപ്പോൾ ഗ്ലാമർ ആയില്ലേ, നല്ല സന്തോഷമായില്ലേ, ഗ്ലാമർ ആയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അബി നിൽക്കുന്നുണ്ട്. അബി നീ ടെൻഷൻ അടുപ്പിക്കണ്ട, എന്ത് ടെൻഷൻ, എനിക്കിത് കണ്ടപ്പോൾ തന്നെ ഇടാനുള്ള കൊതിയായിരുന്നു, അതുകൊണ്ട് തന്നെ ഇട്ടത്, എന്നെ കാണാൻ നല്ല സുന്ദരിയായിട്ടില്ലേ എന്നൊക്കെ പറയുന്നു. അങ്ങനെ എല്ലാവർക്കും അവിടെ സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ അവർ പെട്ടെന്ന് ഞെട്ടിപ്പോയി കേട്ടോ, രാഘവനെങ്ങാനും കൊണ്ടുപോയോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോയോ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. പക്ഷേ ആ ഒരു പ്രശ്നം അവിടെ സന്തോഷമായി സോൾവ് ചെയ്യുക കേട്ടോ.